നിന്റെ സൈലൻസ്? സൈലൻസ് അല്ല സാർ, ലൈസൻസ്. സൈലന്റ് ആയിട്ട് ലൈസൻസ് സുന്ദരനസയോടാ കളി. ലൈസൻസ് എടുക്കാൻ മറന്നുപോയി. ലൈസൻസ് എടുക്കാൻ മറന്നുപോയി. എന്നാ പേപ്പർ? എന്ത് പേപ്പറാണ് സാർ? പേപ്പറിനെ കുറിച്ച് അറിയാൻ വയ്യതാണോ നീ വണ്ടി ഓടിക്കുന്നത്? കോൺസ്റ്റബിൾ സാറേ ഒന്ന് പറഞ്ഞു വിടേ. ഞാൻ കൈ കൊണ്ട് വിടൂല. മേലാ ലൈസൻസ് എടുക്കാൻ മറക്കരുത്. പോയി തോല. സാർ എന്റെ ലൈസൻസ് ഇല്ലാതെ ബാക്കിലൊരുത്ത് ബൈക്ക് പോലും ഇല്ലാതെ വരുന്നത്. ബൈക്കില്ലാതാണ് വണ്ടി ഓടിക്കുന്നത്. ഇന്ന് അവന്റെ ട്രൗസറിയാ കയറും. സുന്ദരനസയോടാ കളി. നീ ഏതെല്ലാം വണ്ടി എടുത്തോണ്ട് പോ. എന്തോ സാധനം? സ്കൂട്ടർ തന്നെ. എന്താ സാർ? എന്തിനാ എന്റെ പേര്? സുന്ദരൻ. നിന്റെ പേര് ചോദിച്ചപ്പോ എന്റെ പേര് പറയണം. ഇന്നുവരെ ഈ സുന്ദരനസയുടെ മുഖത്ത് നോക്കി ഒരു പൈലുകൾ എന്റെ പേര് വിളിച്ചിട്ടില്ലേട്ടാ. എന്റെ പേര് സുന്ദരനാ സാർ. ആണാ? ബുക്കും പേപ്പറോട് എൻസൈക്ലോപീഡിയ മതിയോ സാർ? മാരിച്ചിന്റെ കവാനെ കുറിച്ച് പൊടിച്ചാലേ. എനിക്ക് എന്താണ് നിന്റെ സൈക്കിൾ പടി? ലൈസൻസ് ഒരു ബൈക്ക് പോലും ഇല്ലാത്ത എനിക്ക് എന്തിനാ സാർ ലൈസൻസ്? അപ്പൊ നിനക്ക് ബൈക്ക് കാലത്ത് എന്റെ സമയദോഷങ്ങളാണല്ലോ കയറി വരുന്നത്. എനിക്ക് ഈ കലിപ്പ് വരുന്നത്. നീ ആ വണ്ടിയൊക്കെ സൈഡാക്ക്. തള്ള ഇതെന്തിന്? ഓറഞ്ച്, ആപ്പിള്, പഴം, മുന്തിരി വർത്താനങ്ങൾ കേട്ടിട്ട് ശ്രീപപ്പനാവന്റെ മണ്ണാണെന്നുള്ളത് തന്നെ. ലൈസൻസ് എടുക്കി. അത് നിന്റെ ജീവിതത്തിന്റെ ലൈസൻസ്. മുന്തിയും തലയിൽ നടക്കണ എന്റെ ലൈസൻസ്. ഇത് പുളിക്കോടെ ഇത് എവിടുന്ന് പഠിക്കണത്? ഇറങ്ങി വാ ചെല്ലി. എന്താ ലൈസൻസ് പുല്ലൊന്നും പിന്നെന്താ ഇറങ്ങി വരാ വാട്ടം? ബുക്കും പേപ്പറൊക്കെ ശരി തന്നെ? എല്ലാം കറക്റ്റ് ആണ് സാർ. ഇതിലൊരു പേജ് കുറവുണ്ടല്ലോ. എല്ലാ പേജും ഉണ്ട് സാർ. ഒരു പേജ് കുറവുണ്ട്. അതേത് പേജ്? അതാണ് പ്രധാനപ്പെട്ട പേജ്. അതിനാണ് പെറ്റി. സാർ ശരി, ഇത് ഒഴിവാക്കാവുന്ന വയ്ക്കാം. വണ്ടിയാണെങ്കിൽ ഓവർ സ്പീഡും ഓവർ സാർ വണ്ടി നോർമൽ സ്പീഡിലാണ് വന്നത്. ശരി, വണ്ടിക്കകത്താണെങ്കിൽ ലോഡും ഇല്ല, കാലിയാ. ലോഡില്ല, കാലിയാ. ലോറി എന്തിന്? ലോഡ് കയറ്റുള്ളത്. നീ കയറ്റിയ? ഇല്ല. അതിനാണ് പെറ്റി. സാർ ഞാൻ ലോഡ് ഇറക്കിട്ട് വരുന്ന വഴിയാ. ലോഡ് ഇറക്കണ അട്ടിമറിക്കാരല്ലേ നീയാണ്. അതിനാണ് പെറ്റി. നിനക്ക് അടുത്ത ജംഗ്ഷനിൽ കുറച്ച് കായ് കളയേണ്ടി വരുമല്ലോടെ. അപ്പൊ എഴുതിക്കളെ. സാർ ഞാൻ കൈ കൊണ്ട് വിടൂല. പോ. ഞാൻ പോട്ടെ സാറേ. പിന്നെ ഇവിടെ നില്ലേ. ഇതെന്ത്? ഇത് നായമാ? പാർട്ടി കുറവാ. നീ ആരുടെ എന്റെ അടുത്ത് ന്യായം ചോദിക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി പാടേ. സാർ മன்னிச்சிடுங்க சார், மன்னிச்சிடுங்க. മன்னிക്കാൻ தெரியாம பண்ணிட்டேன். தெரியாம பண்ணிட்டு പോലീസ് സാറുണ്ടാണോ എന്റെ ന്യായം പറച്ചില്? ജീപ്പില് സാർ ഞാൻ ഒരു ഏഴை തന്നെ. എന്നെ പേടിപ്പിച്ചാ പോതും. പ്യാടിപ്പിക്കാൻ ഞങ്ങൾക്ക് വേറെ സ്ഥലമുണ്ട്. അവിടെ ചെല്ലുമ്പോ നീ പ്യാടിച്ചോളൂ. ഇപ്പൊ ജീപ്പിലെ എന്താ സാർ ജീവിപ്പിക്കാൻ? നിന്റെ ഊരെവിടെ? പൊള്ളാച്ചിതാണ്. എപ്പടി തെറ്റിത്? നീ എന്തരടെ നട്ട് റോട്ടി വെച്ച് പറഞ്ഞത്? ഒന്ന് പ്യാടിപ്പിച്ച് വിട്ടാ മതിയെന്ന്. വിടാനോടെ? കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ പ്യാടിക്കുന്ന സ്ഥലത്താണ് നീ ഇപ്പൊ നിൽക്കുന്നത്. അറിയാം? നിനക്ക് ആനെ പേടിയുണ്ടോടെ? സിംഹത്തിന് പേടിയുണ്ടോടെ? നിനക്ക് ശത്രുക്കളെ പേടിയുണ്ടോടെ? എനിക്ക് ശത്രുക്കളെ ആരുമേ ഇല്ല. അതെന്തില്ലാത്തത്? എല്ലാത്തെയും കൊല പണിട്ടാ. ആരെയും പേടിയില്ലാത്ത ഇവനെ എങ്ങനെയാ സാറേ പേടിപ്പിക്കുന്നത്? പ്യാടിക്ക് എഴുത്തുകാരാ പ്യാടിക്കും. നിന്റെ പ്യാരെന്തരടെ? താമി. എന്തൊരു താമി? കന്തസ്വാമി. ആളെ കളിയാക്കണേ. പോലീസ് സ്റ്റേഷനിൽ പീഡനങ്ങൾ പാടില്ലെന്നാണ് ഐജിയുടെ ഓർഡർ. അല്ലെങ്കിൽ പയലേതിന്റെ ഹൗസിങ് ഞാൻ ചവിട്ടി ഇളക്കേനെ. സത്യം പറയണ. അങ്ങനെ ചോദിച്ചാലും നീ എരപ്പാളി സത്യം പറയില്ല സാറേ. കള്ള തിരുമാലിയല്ലേ ഇവൻ. സാറിന്റെ ഒറ്റമൂലി പ്രയോഗിക്കും സാറേ. ഇവൻ മണി പോലെ പറയും. നീ ആരുടെ? തമിഴ് സിനിമയുടെ കമൽസന്. ഇതെന്തൊരു വീരമണ്ടി സ്റ്റൈല്? ഇതെന്തൊരു ഒട്ടിപ്പാ. അപ്പോഴും തട്ടിപ്പ് വേണ്ടേ? നാട്ടുകാരെ വെട്ടിക്കാൻ വേണ്ടി നടക്കുന്നേ എഴുത്തുകാരാ. എവൻ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കാൻ പറ്റാത്ത കേസുകളൊക്കെ ഇവന്റെ പേരിലുള്ള പറ്റിൽ എഴുതിയാലും. വെരി കറക്റ്റ്.
IPC 454 പാലാരിവട്ടം കൈപ്പറമ്പിൽ ജാസഫ് വക്കീലിന്റെ വീട്ടിലെ ഭവന ഭേദനാടാ പട്ടി. IPC 450 കേട്ടിക്കോ. പൂക്കാടുപടി തേവക്കലെ ആലി മുസ്ലിയാരുടെ വീട്ടിലെ കിടപ്പുമുറിയിലെ രാത്രിയിലെ സീൻ പിടുത്തം. ആലുവ റൂട്ടിൽ കൂടെ ഓടണ സീനത്ത് ബസ്സിലെ യാത്രക്കാരി ചന്ദ്രികയുടെ ചന്തി IPC വട്ടത്തിൽ അതും കൂടെ അവന്റെ പേർക്ക് കേട്ടിക്കോ. പാക്കറ്റടി, പിച്ചാത്തിക്കുത്ത്, വഞ്ചന, മൈക്കൂറിനച്ചോടം, ഉരുട്ടിക്കൊല, ശ്രീപീഡനം, കിഡ്നാപ്പിംഗ് എല്ലാം കൂടി ചേർത്ത് ഒരു 16 എണ്ണം ഇവന്റെ പറ്റിലെഴുതി. എല്ലാം കൂടി ഒരു 19-6 വർഷം നമ്മുടെ തറവാട്ടിൽ കഴിയാനുള്ള വകുപ്പായി. എന്തൊരു എല്ലാം കൂടി വേണമെങ്കിൽ പറയും. അതൊന്നും SI സുന്ദരന് പുത്തരിയല്ല. നിന്റെ യഥാർത്ഥ പേരെന്തേ? നീ പറയില്ലല്ലേ? ഞാൻ നോക്കട്ടെ. നിന്റെ ബാഗിൽ നിന്ന് ഭീകരതയുടെ എന്തെങ്കിലും കുളു കിട്ടിയ പയലേതിന്റെ എപ്പിസോഡ് ക്ലോസ്. ഇതെന്തൊരു ഐഡിയ? യവനും ഐഡിയ. എന്ത് പോലീസാണോ താൻ? തന്നെ പോലുള്ള പോലീസുകാരാണ് ഡിപ്പാർട്ട്മെന്റിലെ നല്ലവരായ ആളുകളുടെ പേര് ചീത്തയാക്കുന്നത്. 20 ഞങ്ങള് മാതൃകാ പോലീസുകാരായിക്കൊള്ളാം. അതിനു മുമ്പ് ചില കാര്യങ്ങൾ അറിയണം. എടോ, പോലീസിന്റെ വില എന്താണെന്ന് അറിയണേ ഇന്ത്യക്ക് വെളിയിൽ പോണം. 5 കൊലപാതകം ചെയ്ത പ്രതികളെ പോലും ഗൾഫ് നാട്ടിലെ പോലീസുകാർ അസ്ലാം അലൈക്കും പറഞ്ഞ് സ്വീകരിക്കാറ്. നമ്മുടെ നാട്ടിലൊരു പെറ്റി കേസിന് അറസ്റ്റ് ചെയ്ത പ്രതിയെ നിങ്ങൾ എന്ത് പറഞ്ഞോട് മാറ്റി നിർത്താറ്? എന്താ പറയാന്ന്? ഞാൻ മാറിയില്ല വലിയടി പോനെ. അത് മാറണം, മാറ്റണം. പോലീസ് ജനങ്ങളുടെ സേവകരാവണം. ഓരോ പോലീസുകാരനും അതിനുള്ള മനസ്സുണ്ടാവണം, മനസാക്ഷി ഉണ്ടാവണം. എന്തോടി വരൽ ഇങ്ങനെ ഇരിക്കണേ? അയ്യോ, ഏതോ ഒരു മന്ത്രിക്ക് എസ്കാർട്ട് പോയപ്പോ പിസ്റ്റൽ പാക്കറ്റ് ഇരുന്ന് പൊട്ടി. അതിന് ശേഷം ഈ വരൽ 100 സാർ. പറഞ്ഞു നന്നായി. ആ വരൽ വെച്ച് അധികം സെലൂട്ട് അടിക്കില്ലേ? ഇല്ല. ഹലോ സാർ, ഞാൻ എത്തിക്കോളാം സാർ. ഓക്കെ സാർ. സാർ, ഞങ്ങളുടെ കാര്യം ആ വരലങ്ങ് തിരിച്ചു പിടിച്ചേ. ഈ കേസ് അന്വേഷിക്കാൻ നീ തന്നെ വേണമെന്ന് മുഖ്യമന്ത്രിക്ക് ഒരേ നിർബന്ധം. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക, നിന്റെ ഈ കയ്യിരിപ്പും വെച്ചോണ്ട് നീ എങ്ങനെ ഇത്ര പെട്ടെന്ന് ജനസമ്മതനായത്? അതെന്താ സാർ? പറയസേ, ഇപ്പൊ പ്രതിപക്ഷ നേതാവ് പോലും ഏത് കേസ് അന്വേഷിക്കാനും നീ മതിയെന്നാ പറയുന്നത്. ചില പാർട്ടിക്കാർക്ക് ഇത്ര മുറുമുറുപ്പില്ലാതില്ല. എന്നാലും വർഗീസാണ് IPS പകരം വെക്കാൻ മറ്റൊരു പേര് കണ്ടെത്താൻ അവർക്കും കഴിയുന്നില്ല. നമ്മുടെ മുഖ്യം പിന്നൊന്നും ആലോചിക്കാൻ നിന്നില്ല. കേസ് നിനക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറഞ്ഞു. എങ്കിൽ ഈ കേസിൽ എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തരണം. ചില രാഷ്ട്രീയ ഇടപെടലുകളോ മറ്റു സമ്മർദ്ദങ്ങളൊന്നും ഉണ്ടാവില്ലെന്നൊരു ഉറപ്പും. ഓഫ് കോഴ്സ്. ആ മലപ്പുറത്തെ ബീരാ സാഹിബിന്റെ കാര്യമല്ലേ നീ ഉദ്ദേശിച്ചത്? തടിമിലിട്ട് മോനെ തല്ലിയ ഗുണ്ടയെ പറ്റി പരാതി പറയാൻ അയാൾ മോനും വന്ന് എത്തിയതോ നിന്റെ കയ്യിൽ തന്നെ. ഏതായാലും നീ കാണിച്ചതൽപ്പം കടന്ന കൈയായിപ്പോയി. ഏടാ ചില്ലറ പ്രഷറൊന്നുമല്ല അയാൾ ആഭ്യന്തരത്തിൽ ചെലുത്തിയത്. ഒടുവിൽ നിനക്ക് ക്രൈംബ്രാഞ്ചിലേക്കുള്ള ട്രാൻസ്ഫർ ഒപ്പിച്ചിട്ടാണ് അയാളൊന്ന് അടങ്ങിയത്. എന്തായാലും ഈ കേസിൽ നിനക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നിന്റെ ഇടി ഇത്തിരി കുറയ്ക്കണം. സംശയം തോന്നുന്ന ആരെയും ചോദ്യം ചെയ്യാം. നോ പ്രഷർ, നോ ടെൻഷൻ. എന്താ പോരെ? പിന്നെ വർഗീസേ, നിന്നെ അസിസ്റ്റ് ചെയ്യാൻ ഒരു ടീമിനെ തന്നെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അയ്യോ, അത് വേണ്ട സാർ. ഇപ്പൊ തന്നെ അയ്യര് സാറും ചില ടീമുകൾ അന്വേഷണം കഴിഞ്ഞ് പോയുള്ളൂ. അത് ചിലവർക്ക് ഇഷ്ടാവില്ല. പിന്നെ നീ ഒറ്റയ്ക്ക്? എങ്കിലും റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ നോർത്ത് സ്റ്റേഷനിലെ SI സുന്ദരത്തിന് എനിക്ക് വിട്ടുതന്നാ മതി. SI സുന്ദരവോ? ബെസ്റ്റ് സെലക്ഷൻ. എടാ, 15 കൈക്കൂലി കേസാ കംപ്ലൈന്റ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അയാളെ ഇനി എവിടേക്ക് സ്ഥലം മാറ്റുന്നുള്ള ചിന്താക്കുഴപ്പത്തിലായിരുന്നു ഞാൻ. പക്ഷെ മിടുക്കനാണ് കേട്ടോ, കൈക്കൂലി കൈകൊണ്ട് വാങ്ങത്തില്ല. എന്തായാലും ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിക്കോട്ടെ നിന്റെ കൂടെയുള്ള ഈ പുറത്ത്. നിങ്ങൾ വലിയ